ഒരു നീര്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം ചിലപ്പോൾ ഒലിക്കാതൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ തറയിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ഒന്നും ബലം വെച്ച് കടിച്ച് കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് അംഗീകരിച്ചൊക്കെ കിടന്നൊക്കെ നമുക്ക് അഴിക്കാം. അഴിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കെട്ടി നിർത്തി 2 ദിവസം കഴിയുമ്പോൾ ഒലിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് വിഷയം അല്ലേ. അങ്ങനെ അതിന് 2 നീരുള്ള ഒരു ആനയായിരുന്നു. അതും അവിടെ കുളമുണ്ട്. ഉണ്ടല്ലേ. അല്ല ഇവന്റെ സാധാരണ ഇവന്റെ മതപ്പാട് നേരത്തെ പറഞ്ഞ പോലെ 7-8 മാസം എടുക്കുമോ? 8 മാസം ഇടയ്ക്ക് ഒരു കുറച്ച് ദിവസമൊക്കെ ഒന്നും ഇല്ലാതിരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് മാറി കഴിയുമ്പോൾ പിന്നെയും കാണിക്കും. നമസ്കാരം. VM പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. മലയാളപ്പുഴ രാജൻ ഗജ സൗന്ദര്യത്തിൻ്റെ അഴകിൻ്റെ കരിവീരഭാവം. മതപ്പാട് കാലത്തിൻ്റെ ഉന്മാദാവസ്ഥയിലാണ്. പാപ്പന്മാരെ ആക്രമിക്കാൻ ശ്രമിക്കും. നാട്ടുകാരോട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ പരിചരണത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സംരക്ഷണമാണ് പാപ്പാൻ ഗോപന്റെ നേതൃത്വത്തിൽ നൽകുന്നത്. മതപ്പാട് കാലത്തും ആരോഗ്യവാനെ കഴിയുന്ന ആന കെട്ടുതറയും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. 2 മതപ്പാടുള്ള ആനയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ രാജന്റെ ആ കഥകളും ഗോപൻ ചേട്ടൻ പറഞ്ഞു തരും. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി VM പ്രദീപ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. കാലെല്ലാം ഒന്ന് ആശ്വാസമായപ്പോഴതിന് ഒഴിയാണ് എടുത്ത ഒഴിയാണ്. ഒഴിയൊക്കെ തീരെ ഒഴിയാണ് പറയുന്നൊന്നും തലയില് ഒഴിയാണ്. ആഹാ അയ്യോ ആർക്കാണ്ട് വേണ്ടിട്ട് ചെയ്യുന്നത്. ഒഴിയാണ് തീരെ ഒഴിയാണ്. എങ്ങനെയുണ്ട് ഇതിന്റെ നീരുകാല പരിചരണങ്ങൾ? എങ്ങനെയുണ്ട് നീരുകാല പരിചരണങ്ങൾ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നല്ല കാലാവസ്ഥ, നല്ല അന്തരീക്ഷം. പിന്നെ നിൽക്കുന്നത് ഇങ്ങനെ നീണ്ടങ്ങ് നിൽക്കും. ഇതിന്റെ നീര് നമുക്കൊരു കണക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് ഇതിന്റെ അവസാനമൊന്നും. എന്നാലും ഒരു 6-7 മാസത്തോളം 7-8 മാസം നിൽക്കും ഇത് നീരില്. നല്ല ആരോഗ്യമുള്ള ആനകൾക്കല്ലേ കൂടുതൽ കാലം നീരൊലിക്കുന്നത്. നല്ല ആരോഗ്യം, ഉള്ളിൽ കേടൊന്നുമില്ലാത്ത ആൾക്കൊക്കെയാണ് കൂടുതൽ മതപ്പാടുണ്ടാകും. പിന്നെ നമ്മൾ മറ്റുള്ള രീതിയിൽ പണിയെടുപ്പോ മറ്റുള്ള ഇതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഉള്ളിലത്തെ ആരോഗ്യത്തിന്റെ ഇതനുസരിച്ച് നീര് നിൽക്കും. ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ കെട്ടിയിട്ട് മാർച്ച് ഏപ്രിൽ അവസാനം കിട്ടി, മാർച്ച് ആദ്യം കിട്ടി. അപ്പോൾ നല്ലൊരുമാണ്. നല്ല മതപ്പാടിൻ്റെ ഇതാണ്. നമ്മളോടൊക്കെ ശകലം വാശിയൊക്കെയാണ്. മറ്റുള്ളവരോട് ശല്യമൊന്നുമില്ല, ആൾക്കാരോടൊന്നും. ചില ആനകളൊക്കെ ആണെന്ന് പറഞ്ഞാൽ മതപ്പാട് സമയത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറും ഭയങ്കര ഇത്. പിന്നെ നമ്മളോട് ശകലം കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കാണിക്കാതെ ഇരിക്കുമ്പോൾ അങ്ങ് മാറും.
ഈ സാധാരണ ആനകൾക്കേ ഈ പിൻകാലുകളിൽ ഈ ചങ്ങല കെട്ടുമ്പോൾ അവിടെ ഒരു പൊട്ടലിന്റെ പാടമൊക്കെ ഉണ്ടാവുമല്ലോ. അത് പക്ഷെ അതൊന്നും ഇല്ലാതെ ഇതിപ്പോ ചേട്ടന് എല്ലാം ഇത് മാറി മാറി കിട്ടുമോ? മാറി നമ്മൾ ആഴ്ച 2 ദിവസം കൂടുമ്പോൾ എല്ലാ ആഴ്ചയിൽ മാറി കിട്ടും. മാറി കിട്ടും അല്ലേ? അങ്ങനെ അത് ആ പൊട്ടലുണ്ടാകാതെ കാലേ പൊട്ടലുണ്ടാകാതെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി നോക്കുന്നു. ചങ്ങലക്ക് കെട്ടിയിട്ടിരിക്കുക. അത് ചിലപ്പോൾ നമ്മൾ എറിയും കുത്തും ചെയ്താലും നമ്മളത് എങ്ങനെങ്കിലും ഇളക്കിയിടാനോ പൊട്ടാതെ നോക്കുക. പറ്റുന്നത് കൊണ്ട് നമ്മൾ മാക്സിമം നമുക്ക് അവന് അസ്വസ്ഥത ഉണ്ടാകാത്ത രീതിയിൽ മാറി മാറി കെട്ടിക്കൊടുക്കും അല്ലേ? ഇവന്റെ ഭക്ഷണം എന്നൊക്കെയാ ഇവന് ഈ സമയത്ത് കൊടുത്തോണ്ടിരിക്കുന്നത്? നമ്മളെന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് മറ്റേ തണുപ്പ് ആഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് കൊടുത്തു. ഇപ്പൊ പ്രകൃതിപരമായിട്ട് തണുത്ത് വരുന്നതുകൊണ്ട് നമ്മൾ ഓലയും മറ്റേ പനയുടെ ഓലയും ഒക്കെ കൊടുക്കുന്ന തെങ്ങോല, പനയുടെ ഓല. പിന്നെ നല്ല വെയിലൊക്കെ ആണെങ്കിൽ വെള്ളം മറ്റേ മഴ പെയ്യുമ്പോൾ വെള്ളം കുടിക്കാൻ മടിക്കുമ്പോൾ നമ്മൾ 5-6 വാഴ വെട്ടിയിട്ട് കൊടുക്കും. മഴ പെയ്ത് തണുത്ത് കഴിഞ്ഞാൽ വെള്ളം കുടിക്കും. അപ്പം വിശപ്പ് വരുമ്പോൾ വാഴ നിന്നുമ്പം വെള്ളവും ആവും, ഈ വയറും ഇതാവും. ഇതില് ഈ മതപ്പാട് സമയത്ത് ആനകളൊന്നും ക്ഷീണിക്കുന്നുള്ളൂ, പക്ഷെ ഇവൻ അങ്ങനെ ഒരു ക്ഷീണമൊന്നും വന്നിട്ടില്ല. അതുപോലെ സംരക്ഷിക്കുന്നുണ്ടാണോ? ഇവൻ വലിച്ചെറിഞ്ഞാലും നമ്മൾ തീറ്റ കൊടുക്കും. ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് വേറെ ഇട്ട് കൊടുക്കണം. റേഞ്ചിൽ തരത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ തിന്നുന്ന കൊടുക്കും. അല്ല നമ്മൾ കൊടുത്തത് തിന്നില്ലെങ്കിൽ കൊടുക്കുന്നവർ ആൾക്കാരൊക്കെ വേറെ ആൾക്കാരൊക്കെ മേടിച്ചൊക്കെ തിന്നിവിടാണെങ്കിൽ തന്നെ പഴവും അതും ഇതൊക്കെ ഓരോരുത്തരിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും. ഇവരൊന്ന് നമ്മളോട് ചോദിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. പിന്നെ തീറ്റയൊക്കെ ആണെങ്കിലും ഇവിടുന്ന് ഇഷ്ടംപോലെ വാഴ പോലെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ ഇവിടുത്തെ പരിപാടിയാണ്. ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് പോകണ്ടേ, ചെറുക്കടയിൽ അന്നത്തെ ഉത്സവം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നല്ലേ? അന്നേരം അങ്ങോട്ട് പോകണ്ടതാ. ശരി. അപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മതക്കോള് കാണിച്ചു. അപ്പൊ പിന്നെ ഇവിടെയും കിട്ടി കളച്ചു അല്ലേ? ഈ രണ്ടും നല്ല മരം ഉണ്ടുകൊണ്ട് അത്യാവശ്യം തണലും ഉണ്ടല്ലേ? സ്ഥിരം ആനകളൊക്കെ കെട്ടിക്കൊണ്ട് വന്ന് ഉണ്ടാക്കി ഇരിക്കുന്നത്. ഇവിടെ പരിപാടിയുള്ള ആനകൾക്ക് 10 ദിവസം ഉത്സവം, പിന്നെ ഗജമേള 10-25-30 ആന വരുന്ന ഗജമേള. ഇവിടെ ഒരു തറിയ നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് 8 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു തറി ഇവിടെ കിട്ടി, അതുകൊണ്ട് ഇവിടെ തന്നെ കെട്ടി. ഇതും അവിടെ കുളമുണ്ട്. ഉണ്ടല്ലേ? അല്ല ഇവന്റെ സാധാരണ ഇവന്റെ മതപ്പാട് നേരത്തെ പറഞ്ഞ പോലെ 7-8 മാസം എടുക്കും. 8 മാസം ഇടയ്ക്ക് ഒരു കുറച്ച് ദിവസമൊക്കെ ഒന്നും ഇല്ലാതിരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് മാറി കഴിയുമ്പോൾ പിന്നെയും കാണിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഒരു 4-5 കൊല്ലമായിട്ട് ഇപ്പൊ ഞാനിപ്പോ വന്നിട്ട് ഒരു കൊല്ലം ആവുന്നുള്ളൂ. 4-5 കൊല്ലമായിട്ട് ഇവര് അഴിക്കത്തില്ല. അങ്ങനെ തന്നെ നിർത്തി കുറച്ചുകൂടെ ഒക്കെ എന്തെങ്കിലും ആഹാരം കൊടുത്ത് ഒരു 8-9 മാസം ഒന്ന് നിൽക്കും. ഈ ചേട്ടനോട് മാത്രമേ ഉള്ളൂ മതപ്പാടി വാശി, അതോ വെളിയിൽ നിന്ന് വരുന്ന അതിൽ രണ്ടാം പാപ്പനോടൊക്കെ അത് കാണിക്കുന്നുണ്ടോ? വാശിയൊന്നുമില്ല. മറ്റുള്ളവർ നമ്മളോട് ഇച്ചിരി വാശി കൂടുതൽ കാണിക്കും. അവര് വെറുതെക്കാട് ഒട്ടും വാശിയില്ല. ഞങ്ങളോട് രണ്ടുപേരും പിന്നെ എന്തെങ്കിലുമൊക്കെ ശകല ഏറും കുത്തൊക്കെ കാണും. മറ്റുള്ളവരുടെ കയ്യിലൊക്കെ കൊടുത്താൽ മേടിച്ച് പിന്നെ അങ്ങനെയുള്ള വാശിയൊന്നുമില്ല എനിക്ക്. ഇപ്പം തന്നെയാണെങ്കിൽ വെള്ളം അവനോട് പുറത്തൊഴിക്കാൻ പറഞ്ഞപ്പോഴതിനെ 2 പ്രാവശ്യം അവൻ അനുസരിച്ചല്ലോ, കേൾക്കുകയും ചെയ്യും അല്ലേ? അത്യാവശ്യം ചില സമയത്ത് അതിന്റെ മെമ്മറി വീഴത്തുള്ളൂ. ഈ സമയത്ത് നമ്മളിപ്പോ 100 വട്ടം പറഞ്ഞ ചിലപ്പോ 1 വട്ടം ചെയ്യും ഈ സമയങ്ങളിൽ. അല്ലാത്ത സമയത്താണ് നമ്മൾ വടിയെടുത്ത് ഓങ്ങി ഒഴിയാനെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമെന്ന് അതിനറിയാം. ഇത് അതിന്റെ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയി. മലയാളപ്പുഴക്കാരുടെ ഒരു വലിയ ഭയങ്കര പ്രിയപ്പെട്ടവനാണല്ലോ. അവരെ കാണാൻ വരുമോ? ഈ ഇടയ്ക്ക് കാണുന്നുണ്ടോ? ആൾക്കാർ ഇടയ്ക്ക് വരാറുണ്ട്, വിളിക്കാറുണ്ട്. എല്ലാ അന്വേഷിച്ചോണ്ടായിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ഓഫീസിൽ നിന്നാണ് സാറാണെങ്കിലും വിളിപ്പം. വേറെ സ്ഥലത്താണ് കൊണ്ട് കിട്ടിയെങ്കിലും മാനേജർ പിന്നെ ഡോക്ടർ വന്ന് എല്ലാ പരിശോധനയും നടത്തി കൃത്യമായിട്ട് പോകുന്നല്ലേ? കാര്യങ്ങളെല്ലാം അവന്റെ അന്വേഷിച്ച് കൃത്യമായിട്ട് ഇവിടെ നിന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ സമയത്ത് ഇതിനെ ഇവിടുന്ന് അയച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും കൂടെ ആയിപ്പോയി. അല്ല പിന്നെ സാധാരണ ഇതിലേ ഈ മതപ്പാടി കെട്ടുന്ന ആനകളുടെ പരിസരമൊക്കെ ഭയങ്കര വൃത്തിഹീനമായിരിക്കും. ഇവിടെ വന്നിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? നിങ്ങൾ മാക്സിമം വൃത്തിയായിട്ട് ഇടുന്നുണ്ടല്ലേ? ആ വേസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് തന്നെ. കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ 6 മാസമായിട്ട് നമ്മൾ ഇടയ്ക്ക് കത്തിച്ച് കളയും. ഇപ്പൊ മഴയാണെങ്കിൽ പിന്നെ കത്തിച്ച് കഴിഞ്ഞാൽ കുറെ പുകയും കൂടെ കിട്ടുമ്പോൾ ആനയ്ക്ക് ഒരു ആ രീതിയിൽ നിങ്ങൾ ആ ഒരു വർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലേ? പരിസരം വൃത്തിയാക്കി ഇടുമ്പോൾ ആൾക്ക് പകുതി രോഗം മാറി. പിന്നെ എത്ര നേരം നനയ്ക്കാറുണ്ട്? ഈ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പം വലിയ കാര്യമായിട്ട് നല്ല വെയിലാണെങ്കിൽ ഒരു 3-4 ട്രിപ്പ് ഒക്കെ നമ്മള് നനയ്ക്കും. ആ നേരത്തെ ചിലപ്പോൾ ഒന്നിച്ച് വെള്ളം കുടിക്കത്തില്ല. ചിലപ്പോൾ പല പ്രാവശ്യമായിട്ട് കൊടുക്കുമ്പോൾ 10 വെള്ളം കുടിച്ചാൽ അങ്ങനെ ഇടയ്ക്ക് നമുക്ക് തോന്നുന്നു ഒന്നിച്ച് വെള്ളം ഒഴിക്കാൻ തോന്നിയാൽ ഇടയ്ക്ക് നമുക്ക് ഇത്ര മണിക്കൂർ ഇടവിട്ട് നമ്മളൊന്ന് തണുപ്പിക്കും. കറണ്ട് പോകണ ഇതിനകത്ത് വെള്ളം അടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ കാലാവസ്ഥയുടെ ഇതനുസരിച്ച് കറണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇവന് ഈ മതപ്പാടിന്റെ സമയത്ത് ദേഷ്യം നമ്മളോട് പ്രകടിപ്പിക്കുന്ന ഒന്ന് തീറ്റെടുത്തെറിയും, മറ്റൊന്ന് ചങ്ങല വലിച്ചടിക്കുക, കൊമ്പലൊക്കെ എടുത്ത് കയറ്റി കാണിച്ചൊന്ന് പേടിപ്പിക്കുക. ആ രീതി കാണിച്ചു. മറ്റുള്ളവരാണ് കാണിക്കുന്നതിലും കുറവില്ല. നമ്മളിവിടെ വരുമ്പോൾ ഉള്ളത്
ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ അറിയത്തില്ല. ചില ആനകൾ ഇങ്ങനെ പോലും നിൽക്കാൻ പറ്റത്തില്ല ഞാനൊക്കെ. അല്ല, നിങ്ങൾ 1 മണിക്കൂറോളം എടുത്തവന്റെ കാലേന്ന് ഒരു കാലെന്ന് മാറ്റി അപ്പുറത്തെ കാലായിട്ട് കേട്ടപ്പോ അതുവരെ അവൻ അനങ്ങാതിരുന്നിട്ട് അത് നമ്മളൊരാളവിടെ നിൽക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ച് മറ്റാൾ ജോലി ചെയ്യുമ്പോൾ അങ്ങ് നിൽക്കുന്നല്ലേ. അത് കഴിഞ്ഞ് അന്നേരം തന്നെ അവൻ അതിന്റെ സ്വഭാവം മാറിയല്ലോ. ഫ്രീ ആയെന്ന് അറിഞ്ഞപ്പോഴേ. അതെ അതെ അതെ, പെട്ടെന്ന് തന്നെ പുള്ളി. പേരെങ്ങനെ? ആകാശല്ലേ. ആകാശല്ലേ എന്റെ കാര്യങ്ങൾ രണ്ടാം പാപ്പനാട്ടിൽ നോക്കുന്നേ. തീറ്റയൊക്കെ അടുത്തുനിന്നാണോ കിട്ടുന്ന ശേഖരിക്കാൻ പോകുന്നതൊക്കെ? ആകാശം നേരെ അവൻ ഈ ചില സമയത്ത് ഓടിക്കാനൊക്കെ ശ്രമിക്കുമോ? തിരിച്ചിറങ്ങുമ്പോൾ നോക്കണം അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഗോഞ്ചാന്റെ അടുത്തുണ്ടെങ്കിലും ഇത് ചെയ്യും അല്ലേ. ശരി. അവന്റെ മഞ്ഞളാണോ ഉറുമ്പ് വരാതിരിക്കണോ? ആ ആ ആ ആ ആ ഓ ശരി ശരി. ആ സാധനം കൊടുക്കും അല്ലേ. അതിന്റെ ആ ഉറുമ്പ് പഴമൊക്കെ കൊണ്ടുവന്നു അവല് പായസം ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കും. ശരി ശരി ശരി. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ കൊണ്ടുവന്ന് കൊടുക്കും അല്ലേ. അല്ല, ആൾക്കാർ കൊണ്ടുവന്നപ്പോ അവന് കയ്യില് പായസം അടുത്തൊക്കെ വെച്ച് കൊടുക്കോ? ഒരു കുഴപ്പമില്ല, അവരോടൊരു കുഴപ്പമില്ല. ശരി. മറ്റുള്ള രീതിയിലൊന്നും ആ ശരി ശരി ശരി. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചോണം, നമ്മളാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മളുള്ളപ്പോഴേ കൊടുക്കാൻ സമ്മതിക്കുള്ളൂ അല്ലേ. ആരെങ്കിലും അടുത്തുള്ളപ്പോഴല്ലേ ചെയ്യുള്ളൂ. പിന്നെ അറിയാവുന്നവരാണെങ്കിൽ ഇച്ചിരി ദൂരമാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി ശരി. വർത്താനം പറഞ്ഞേട്ടാ. എന്താ അയ്യോ കുഞ്ഞേ പോണ്ടേ നമുക്ക്? കുഞ്ഞോ അന്നൊക്കെ വെളുപ്പിച്ചാൽ നിൽക്കുക. അയ്യോ മക്കളെ പോണ്ടേ? കേട്ടോ, രാത്രി ഇതൊക്കെ പെറുക്കി തിന്നോ. കുഴപ്പമൊന്നും കളിയുണ്ടോ? കണ്ണുരുട്ടി പിടിപ്പിരല്ലേ. വീട്ടിൽ ഫാമിലി കിട്ടണം. അവരവിടെ വണ്ടിയിലോട്ട് പോയി. ഒരു നീര് അത് കഴിഞ്ഞ പിന്നെ കുറച്ച് ദിവസം ചിലപ്പോൾ ഒലിക്കാതൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ തറയിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ഒന്നും ബലം വെച്ച് കടിച്ച് കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവൻ അംഗീകരിച്ചൊക്കെ കിടന്നൊക്കെ നമുക്ക് അഴിക്കാം. അഴിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കെട്ടി നിർത്തി 2 ദിവസം കഴിയുമ്പോൾ ഒലിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇതിന് 2 നീരുള്ള ഒരു ആനയായിരുന്നു പണ്ട് കാലത്ത്. ഞാനിതിനെ ദേവസ്വം ബോർഡ് ജോലിക്ക് കയറുമ്പോഴും ഇതേപോലെ തന്നെ ആയിരുന്നു. ഞാൻ 2003 ദേവസ്വം ബോർഡ് ജോലി കയറുന്ന ഈ ആനയിലാണ്. ആറന്മുളയിലാണ് ശിവരാമൻ എന്ന് പറയുന്നതായിരുന്നു ഒന്നാനൊക്കെ. 2003 ഞാൻ വരുമ്പോൾ ഇതൊരു 4-5 മാസമായിട്ട് നീരിൽ തന്നെ കിട്ടിയിരിക്കുകയായിരുന്നു ഓമല്ലൂര്. അന്നും ഈ സമയം മാതപ്പാട് സമയത്ത് ഓമല്ലൂരായിരുന്നു കിട്ടിയിരുന്നത്. ചക്കുളത്തുകാവ് എന്ന് പറഞ്ഞ അമ്പലം. അവിടുന്ന് ഒരു 4 മാസത്തോളം ഞാൻ ചെന്നപ്പോൾ 4 മാസമായിട്ട് കെട്ടിയിരിക്കുക. ചെന്ന് 2 മാസം കഴിഞ്ഞ് അഴിച്ച് ഒരു 3-4 പരിപാടി എടുത്തു. അത് കഴിഞ്ഞപ്പം മുരിങ്ങങ്ങൾ ചെന്നപ്പോൾ അവിടെ വെച്ച് പിന്നെ ഒലിപ്പായി. ശരി ശരി. അങ്ങനെ 2 നീരുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇത്രയും ഒരുമിച്ച് കെട്ടുകയാണെങ്കിൽ ഒരു 7 മാസം കൊണ്ട് 2 അതങ്ങ് തീർന്നു കിട്ടിക്കോളും. ഈ രണ്ടാമത്തെ പിന്നെ നമ്മൾ എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ അഴിച്ചു കൊണ്ടിടക്കുമ്പോൾ ഉണ്ടാതെ നിന്നല്ല ഉത്സവപ്പറമ്പോ ആണെങ്കിൽ അത് പിന്നെ ചടങ്ങാവും. പിന്നെ അഴിച്ചിട്ടും വലിയ കാര്യമില്ല. എഴുന്നള്ളിപ്പായിട്ടോ മറ്റുള്ള ചടങ്ങുകളൊന്നുമില്ല ഈ സമയത്ത്. ഇനിയിപ്പം ജനുവരി ഒക്കെ ആവാതെ സീസൺ കഴിഞ്ഞാൽ നമ്മളെ കളവൊക്കെ തുടങ്ങാതെ ഈ പരിപാടി തുടങ്ങത്തില്ല.